നമസ്കാരം. ഈ വർഷം അവസാനിക്കാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എന്നാൽ വിമാന അപകടങ്ങളുടെ വർഷം എന്ന് പോലും ഈ ഒരു വർഷത്തെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം 2024 എന്ന ഈ ഒരൊറ്റ വർഷത്തിൽ മാത്രം ആളുകളുടെ ജീവനെടുത്ത 7 വിമാന ദുരന്തങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വ്യോമയാന മേഖലയുടെ ഒരു ഇരുണ്ട വർഷം. ഒരുപക്ഷെ ഇത്രയധികം വിമാന അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള വർഷം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഞായറാഴ്ച രാവിലെ ദക്ഷിണ കൊറിയയിലെ മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 181 പേരുമായി യാത്ര ചെയ്ത വിമാനം തകർന്ന് 179 പേർ കൊല്ലപ്പെട്ടതാണ് ഒടുവിലായി റിപ്പോർട്ട് ചെയ്ത ഏറ്റവും വലിയ അപകടം. അസർബൈജാൻ എയർലൈൻസിന്റെ തീരാദുഃഖത്തിൽ നിന്ന് കരകയറും മുൻപെയാണ് ഇന്ന് രാവിലെ വീണ്ടും ലോകത്തെ നടുക്കി പ്രാദേശിക സമയം രാവിലെ 9 തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്നെത്തിയ ബോയിങ് 737-800 ജെറ്റ് വിമാനം ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറി സിഗ്നൽ സംവിധാനത്തിലും സമീപത്തെ കോൺക്രീറ്റ് വേലിയിലും ഇടിച്ചു തകർന്നത്. ദക്ഷിണ കൊറിയയിൽ അടുത്തിടെയുണ്ടായ ഏറ്റവും വലിയ വിമാന അപകടങ്ങളിലൊന്നാണിത്. ദക്ഷിണ കൊറിയയുടെ വ്യോമയാന ചരിത്രത്തിൽ ഏറ്റവും അധികം പേർ കൊല്ലപ്പെട്ട വിമാന അപകടങ്ങളിൽ ഒന്നുകൂടിയാണിത്. 1997 ഗുവാമിൽ നടന്ന വിമാന അപകടത്തിൽ 228 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. 2024 ജനുവരി മുതലുള്ള കണക്കെടുത്താൽ ഏകദേശം 11ഓളം വലിയ വിമാന അപകടങ്ങളാണ് ലോകത്തെമ്പാടുമായി സംഭവിച്ചിരിക്കുന്നത്. താരതമ്യേന അപകട നിരക്ക് കുറവാണെങ്കിലും വലിയ ആൾനഷ്ടമാണ് വിമാന അപകടങ്ങളിൽ ഉണ്ടാകുന്നത്. ലോകത്ത് ഇതുവരെ നടന്ന വിമാന അപകടങ്ങളിൽ 80% മാനുഷിക പിഴവ് കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണെന്നാണ് വ്യോമയാന റിപ്പോർട്ടുകൾ പറയുന്നത്. വിമാന അപകടങ്ങളിൽ 53% പൈലറ്റിന്റെ പിഴവാണെന്ന് കരുതപ്പെടുന്നു. ഇന്ന് തന്നെ കാനഡയിലെ ഹാലിഫാക്സ് വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ വിമാനത്തിന് തീപിടുത്തമുണ്ടായി. റൺവേയിലേക്ക് പറന്നിറങ്ങിയ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ തകർന്നതായിരുന്നു അപകട കാരണം. തകർന്ന ലാൻഡിംഗ് ഗിയർ റൺവേയിൽ തൊട്ടതോടെ തീപിടിക്കായിരുന്നു. ജെജു എയർ വിമാനം തീപിടിച്ച് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ഈ ഒരു സംഭവം. എന്നാൽ ആളപായമൊന്നും ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ വർഷം ഡിസംബർ 25 റഷ്യയിൽ ഇറങ്ങേണ്ടിയിരുന്ന അസർബൈജാൻ എയർലൈൻസ് വിമാനം കസാക്കിസ്ഥാനിൽ തകർന്നു വീണതിനെ തുടർന്ന് 38 പേരായിരുന്നു മരിച്ചത്. അക്തവിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്ററോളം അകലെയാണ് വിമാനം തകർന്നത്. സംഭവത്തിൽ അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവിനോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മാപ്പ് പറഞ്ഞിരുന്നു. റഷ്യൻ വ്യോമയാന മേഖലയിൽ അപകടം നടന്നതിനായിരുന്നു അസർബൈജാനോട് പുടിൻ ക്ഷമ ചോദിച്ചത്. വിമാന അപകടത്തിന് പിന്നിൽ റഷ്യൻ വിമാനവിരുദ്ധ സംവിധാനമാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ജനുവരിയിലാണ് ഈ വർഷത്തെ ആദ്യ വിമാന അപകടം റിപ്പോർട്ട് ചെയ്യുന്നത്. ഹനേഡ എയർപോർട്ട് റൺവേയിൽ ന്യൂ ചിറ്റോസ് വിമാനത്താവളത്തിൽ നിന്നുള്ള ജപ്പാൻ എയർലൈൻസ് ഫ്ലൈറ്റ് 516 വിമാനം ലാൻഡിങ്ങിനിടെ ജപ്പാൻ കോസ്റ്റ് ഗാർഡ് ഹാവിലാൻഡ് കാനഡ -8 വിമാനവുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ജപ്പാൻ എയർലൈൻസ് വിമാനത്തിലുണ്ടായിരുന്ന 379 യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചപ്പോൾ തീരസംരക്ഷണ സേനയുടെ വിമാനത്തിലുണ്ടായിരുന്ന 6 യാത്രക്കാരിൽ 5 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ഡിസംബർ 22 തെക്കൻ ബ്രസീലിലെ ഗ്രാമഡോ നഗരത്തിൽ സ്വകാര്യ വിമാനം തകർന്നു വീണ് ഒരു കുടുംബത്തിലെ 10 പേരായിരുന്നു മരിച്ചത്. വിമാനം പറത്തിയ ബ്രസീലിയൻ വ്യവസായി ലൂയിസ് ക്ലൗഡിയോ ഗലേസിയും ഭാര്യയും 3 പെൺമക്കളും മറ്റു ബന്ധുക്കളുമായിരുന്നു അപകടത്തിൽ മരിച്ചത്. ജനുവരി 24 യുക്രൈനിയൻ യുദ്ധ തടവുകാരെ കൊണ്ടുപോകുകയായിരുന്ന റഷ്യൻ സൈനിക വിമാനം ബെൽഗോറോഡിന് സമീപം യുക്രൈനിയൻ മിസൈൽ വെടിവെച്ച് വീഴ്ത്തി. 6 ജീവനക്കാരും 65 യുക്രൈനിയൻ സൈനികരും ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന 74 പേർക്കും അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു. മെയ് 21 സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടുണ്ടായ അപകടത്തിൽ ഒരാളാണ് മരിച്ചത്. 30-ലധികം പേർക്ക് പരിക്കേറ്റിരുന്നു. സിംഗപ്പൂർ എയർലൈൻസിന്റെ വിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. സംഭവത്തെ തുടർന്ന് വിമാനം ബാങ്കോക്കിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്ക് പോവുകയായിരുന്ന വിമാനമായിരുന്നു ആകാശ ചുഴിയിലകപ്പെട്ടത്. അർജന്റീനയിലെ സാൻ ഫെർണാണ്ടോ വിമാനത്താവളത്തിന് സമീപം ചാലഞ്ചർ 300 വിമാനം തകർന്നു വീണ് 2 പൈലറ്റുമാർ മരിച്ച സംഭവം ഉണ്ടായിരുന്നു. പൂണ്ട ഡെൽ എസ്റ്റേ എയർപോർട്ടിൽ നിന്ന് സാൻ ഫെർണാണ്ടോ എയർപോർട്ടിലേക്കുള്ള പറക്കലിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. വിമാനത്താവളത്തിലെ റൺവേ ആണോ അപകടത്തിന് വഴിവെച്ചതെന്ന കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്.